എന്താ ഇത്? എന്ത് പറ്റിയടാ? എന്താ രണ്ടുപേർക്കും ഒരു പരുങ്ങല്? അച്ഛാ, ഇന്നുവിന്റെ കല്യാണമോ? ഒന്നുമല്ലല്ലോ ഇത്രയും സ്വാതന്ത്ര്യവും എന്റെ മകന്റെ കൂട്ടുകാരനെന്ന് അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്നോട് പറയാഞ്ഞേ? എന്നെ എന്താ ക്ഷണിക്കാഞ്ഞേ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാറൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന്, അതും ചേരിയില്. അവിടെ ഒന്നും സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. നന്നായിരിക്കട്ടെ. രക്ഷപ്പെട്ടു. ഇല്ല, എത്ര ദിവസമായടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? നീ ഇതുവരെ ഇവിടെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? അവൾക്കും കല്യാണത്തിന് വരണമെന്നുണ്ട്. അയ്യോ, ഇനി ഒരുങ്ങി വരുമ്പോഴേക്കും ഒരുപാട് സമയാവില്ലേ? ഞാൻ ഒരുങ്ങി തന്നെയാ നിൽക്കുന്നത്. എന്നാ പിന്നെ വന്നോട്ടെ അല്ലേ? നല്ല ഉറക്കോ? അതെ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു. നീ പോയിക്കോ. ആരെയും കണ്ട? ദൈവമേ, എനിക്ക് ആകെ പേടിയാവണം. എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി. കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി കൂടി. അവസാനം ഏറുകൊണ്ട പട്ടിയെ പോലെ. ഞാനാ ബാലകൃഷ്ണൻ. എനിക്ക് തുറക്കണം. എന്താ? എന്ത് പറ്റിയടാ? മോങ്ങാതെ പറ. എങ്ങനെ പോയി? എന്ത്? തോറ്റു. വന്നു തുറക്കാൻ. ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും? എന്താ ബാലകൃഷ്ണൻ? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു. അയാൾ താഴെ വീണു. അയ്യോ, ഇതെന്ത് പറ്റി? മൂക്കിന് രക്തം വരുന്നുണ്ടല്ലോ. ആ, അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്. ഞാൻ വിചാരിച്ചേതോ കള്ളനായിരിക്കും. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു? അല്ല. അപ്പൊ അത് തന്നെ, ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ? ബാലകൃഷ്ണ ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണ അവിടെ ഇനി കുറച്ച് ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല. എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. പോയി കിടന്നുറങ്ങടാ. പോകാൻ. ആരായിരിക്കും? ആരാണ് ചോദ്യം? ആരാ? ഞാൻ ലക്ഷ്മിയാ. രണ്ടുപേരും ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. കള്ളനോ? ആ, കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? ആ, അതിന്റെ ഏനക്കേട്. ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ വന്നേ, നീ വന്നേ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനല് തുറന്നിടണ അടയ്ക്കണ. പോടാ. സന്തോഷായില്ലേ? മനസ്സിലായില്ല. നീ എന്താണ് പറയുന്നത്? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം. അച്ഛാ, ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത്. അയ്യേ, വൃത്തികേട് പറയില്ലേ? ഭാര്യ വേണമെന്ന് കണ്ടു, കുറച്ച് നോക്കിയപ്പോ കണ്ടു. മേലാലത്തിലും വൃത്തികേടുകൾ കാണിച്ചാലുണ്ടല്ലോ, അടിച്ചതിന്റെ എല്ലാവരും. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ. കുറെ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കുമായിരുന്നു. ഒന്നും പറയണ്ട. സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട. എന്താ വേലു, മോന്തയ്ക്ക് പട്ടി അടിച്ചോ? ഓ, ഏത്തപ്പഴം.
തനിക്ക് എഴുതിക്കൂടോ? അക്ഷരാഭ്യാസം ഇല്ല അല്ലേ? ആ പറ. കൊച്ചുവേളിയിലെ കൊച്ചുവേളിയിലെ കൊച്ചു കല്യാണി. കൊച്ചുമുതല കൊച്ചുമുതലാളി. കൊച്ചുമുതലാളി മഹാ തെണ്ടിയോ? ഓ മഹാഭാഗ്യം. മഹാവിഷ്ണു. തെണ്ടിയോ? തെണ്ടിയൊന്ന് വിളിക്കണ പട്ടി. ഇതാണ് എന്റെ വീട്. അച്ഛന്റെ മനസ്സുമാറി നമ്മളെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് നിന്റെ ഭാഗ്യമാണ്. പിന്നെ അച്ഛനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ചോദിച്ചാലും മറുത്തൊന്നും പറയരുത്. അച്ഛനാണെങ്കിൽ സ്ത്രീകൾ മറുപടി പറയുന്ന ഇഷ്ടമേ ഇല്ല. പിന്നെ ഇവരൊക്കെ എത്ര നിർബന്ധിച്ചാലും ഒരു 2-3 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ എവിടെ പോവും? നമ്മൾ ഊട്ടിക്ക് പോകുന്നു ഹണിമൂണിനെ. വന്ന് കയറും മുമ്പ് പോയാ അച്ഛനും അമ്മയ്ക്കും എന്ത് തോന്നും? ഒന്നും തോന്നാതിരിക്കാനായി പോകുന്നത്. ദേ ഇവൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നില്ലേ? അതന്ന്. ഇപ്പൊ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്രൈവർ ഇങ്ങ വന്നേ. അച്ഛൻ എന്തിയടാ? അച്ഛൻ പുറത്തു പോയേ. എന്നാ വാ നമുക്ക് കാത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, ആദ്യമായിട്ടല്ലേ, അവര് വന്നിട്ട് കേറിയാ മതി. എന്താ മോളെ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛന് ഈ ആചാരങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. നീ വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറുക. വാ. ഇതാരാ? ഇത് ഇവിടുത്തെ വേലക്കാരിയാ. ദേ അച്ഛൻ മുഹൂർത്തത്തിൽ തന്നെ എത്തി. ഭാഗ്യം. അതെ, അച്ഛന്റെ കാഴ്ചപ്പാടി നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. ഞാനിത് മറന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ദൈവമേ നിനക്ക് നന്ദി. പെട്ടെന്ന് ഇങ്ങ് എത്തിക്കാൻ തോന്നിയല്ലോ. എന്തുവാടി നോക്കിയിരിക്കുന്നത്? അച്ഛന് ചായ എടുത്തുണ്ടോ? ഇവനെന്താടി എവിടെ? ഇവിടുത്തെ ഡ്രൈവർ. വിവരമില്ലല്ലോ. മുണ്ടാവത്തിട് മുണ്ടാവത്തിടേ. നല്ല വീടാണ് കേട്ടോ. സെറ്റപ്പ്. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന അറിഞ്ഞാൽ മതിയുടെ എനിക്ക്. ഇതാണേ മഹാദേവൻ. ആണെന്ന് തോന്നുന്നു. അച്ഛൻ തന്നെ വന്നിരിക്കുന്നു. ആരൊക്കെയാ അവര്? അച്ഛൻ അതിന്റെ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലെ. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഗൾഫിലായിരുന്നു. എന്നെ കാണാൻ വേണ്ടി വന്നതാ. അത് അവന്റെ ഭാര്യ, അപ്പുറത്ത് ഭാര്യയുടെ അച്ഛൻ. പിന്നെ ഡിക്കിൽ വല്ലാത്തൊരു ശബ്ദം. സ്റ്റെപ്പിനി ലോക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ നോക്കി. നമസ്കാരം. നന്നായി വരട്ടെ. എന്നെ മനസ്സിലായോ? എന്തരോ എന്റെ മോളെയാണ് ഇവൻ കെട്ടിയിരിക്കുന്നത്. മനസ്സിലായി മനസ്സിലായി. അകത്തോട്ടിരിക്കാം. ഞാനൊന്ന് അകത്ത് പോയി റെഡി ആയിട്ട് ഉടനെ വരാം. ധൃതിയൊന്നുമില്ലല്ലോ. എന്തൊരു ധൃതി? റെഡി ആയിട്ട് വരി. എന്റെ മോള് ഭാഗ്യവതിയാണ് കേട്ട. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. അതെ അതെ. നീ എന്തരടെ നോക്കി നിൽക്കുന്നത്? ചുമ്മാ എനിക്ക് റെസ്റ്റ് വേണം. വാ. ലക്ഷ്മി, ലക്ഷ്മി, അയ്യോ എപ്പോഴായിരുന്നു? എന്തൊന്ന്? അതൊന്നുമല്ല. എനിക്ക് അച്ഛനെ കാണാൻ മോഹം ഉണ്ടെന്ന് പറയാൻ എനിക്കൊരു മോഹം ഉണ്ടായി. ഞാൻ അച്ഛനെന്ന് പറഞ്ഞത് കരഞ്ഞു വിളിച്ചോണ്ട് ഒറ്റ ഓട്ടമല്ലേ? എത്ര ഞാൻ പറയാൻ ശ്രമിച്ചു, കേൾക്കണ്ടേ? അതാണ് മനപ്പൊരുത്തം എന്ന് പറയണത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണതും ചൊല്ലി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിവിട്ടത്. വരും പോവാൻ. എന്തിന്? മരുമോന്റെ വീട്ടിലോട്ട് വരാൻ അമ്മാവി അച്ഛനും അമ്മാവി അമ്മയ്ക്കും പ്രത്യേകിച്ച് കാരണം വേണോ? സംഭവം ശരി തന്നെ. പക്ഷെ ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ എവിടാ സമയം? ലക്ഷ്മിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ അച്ഛൻ. അതാണല്ലോ അതിന്റെ ഒരു രണ്ടുപേരും മരിക്കുന്നില്ല. മഹാഭാഗ്യം. നീ വന്നേ, നീ വന്നേ. അച്ഛനമ്മയും കൂടെ വന്നോട്ടെ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഇനി എന്തിനാ ആലോചിക്കാൻ? അല്ല അല്ല, രണ്ടുപേരും രണ്ടായിട്ട്. ഇയാളെന്റെ വരുന്ന. ഓ, അച്ഛൻ ഇതുവരെ ഉണർന്നില്ലേ മോനെ? പുള്ളിക്കാരെ എങ്ങനെ എണീക്കാൻ പോയി? ഞാൻ വിളിക്കണോ? വേണ്ട, ക്ഷീണമുണ്ടോ? എണീക്കും എന്നെ വിളിച്ചാ മതി. പ്രഭുവാണ് രാജാവാണെന്ന് ഞാൻ നോക്കില്ല. എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ടില്ലേ ചവിട്ടി പുറത്താകും ഞാൻ. അച്ഛാ, 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 ശല്യപ്പെടുത്താതെ. ഉറക്കം, ക്ഷീണം. അച്ഛാ, ഒരുപാട് വൈകി.
വിളിച്ചു പറയാനുള്ള സ്ഥലം വീട്ടിൽ പോണേ പെട്ടെന്ന് പോണം. ശരി തന്നെ. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് പോവാം. സൂക്ഷിക്കണം, കാലം മോശം. അവരെല്ലാം പോയി എല്ലാം അകത്തുണ്ട്. കാരണം മോനെ എന്താ അച്ഛാ? അവൻ മറ്റൊരല്ലേ? ഏയ് അല്ലല്ല, ഇവൻ കണ്ണപ്പനല്ലേ? കണ്ണപ്പൻ കണ്ണപ്പൻ. ആ. ഞങ്ങള് വിമാനത്തിൽ വെച്ചുള്ള പരിചയമല്ലേ, ചുമ്മാ കാണാൻ വേണ്ടി വന്ന്. എന്തരടേ പേടിപ്പിക്കണത്? അവൻ എന്തായിരുന്നു ഇവിടെ വന്നത്? കണ്ണപ്പന്റെ കൂടെ വന്ന അതിഥി അതിഥി. ഇവ എന്റെ ശത്രുവാണ്. വീട്ടിൽ വന്ന ശത്രുവിനെ മാനിക്കണം. എവരെല്ലാം കൂടി എന്തിനിടെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ, ഞാൻ കുടുംബസമയം ക്ഷണിച്ചിട്ട് വന്നാ. ഓ, എന്റെ ശത്രുവാണവൻ. എത്രയും വേഗം പറഞ്ഞു വിടണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരട്ടെ. ശരി.